CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം നാണം കെട്ട് പടിയിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് CPIയുടെ രണ്ട് കേരളത്തിലെ പ്രമുഖ നേതാക്കളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കമലാ സദാനന്ദനും അതുപോലെ തന്നെ ദിനകരനും ഈ വിഷയത്തിൽ ഇവർ നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബിനോയ് വിശ്വത്തിനെതിരെയുള്ള നീക്കം CPIയിൽ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണ രീതിയിലേക്ക്, അതായത് അദ്ദേഹത്തിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. CPIയിൽ ബിനോയ് വിശ്വം വലിയ തോതിലുള്ള പക്ഷപാത രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും പല ആളുകളോടും എടുക്കുന്ന സമീപനം പല രീതിയിലും അത് അംഗങ്ങൾക്ക് ദഹിക്കുന്നത് അല്ല, പ്രത്യേകിച്ചും CPIയുടെ തിരുത്തൽ ശക്തിയായി വരാൻ ശ്രമിക്കുന്നവരെയൊക്കെ പാർട്ടി പരിപൂർണമായി ഒതുക്കുകയാണ് എന്നുള്ളത് ഉൾപ്പെടെയാണ് ഈ സംഭാഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, സി ദിവാകരനും മുല്ലക്കര രത്നാകരനും അതുപോലെ തന്നെ CPIയുടെ പഴയ എക്സ് എം എൽ എമാരായിരുന്ന ബിജി മോൾ ഉൾപ്പെടെയുള്ളവർ ബിനോയ് വിശ്വത്തിന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരുന്നു. ബിനോയ് വിശ്വത്തിന് ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അഥവാ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നേരായ വഴിക്കല്ല, അദ്ദേഹത്തിനെ പോലൊരാളെ CPI സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചാൽ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ അപജയമായിരിക്കും എന്നുൾപ്പെടെ പല നേതാക്കളും തുറന്നും വേദികളിൽ വെച്ചും പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, CPI ആയിരുന്നാലും ഇടത് സംഘടനകൾ അവരവരുടേതായ പ്ലാറ്റ്ഫോമുകളിൽ, അതായത് സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെയൊക്കെ നടക്കുമ്പോഴാണ് സാധാരണ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. പക്ഷെ അത് ടെലിഫോണിൽ കൂടെയുള്ള സംഭാഷണം എന്ന രീതിയിലേക്കാകുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവരെയൊക്കെ വല്ലാതെ ഇപ്പോൾ വിറളി പിടിപ്പിക്കുന്നത്. കമലാ സദാനന്ദൻ സീനിയർ മോസ്റ്റ് നേതാവാണ്. എന്നാൽ ഇവിടെ CPIയിൽ 3 or 4 വിഭാഗങ്ങളായി ഉൾപാർട്ടി രാഷ്ട്രീയം തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പിന്റെ പേരിലല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷപാത രാഷ്ട്രീയം അതിശക്തമായിരിക്കുകയാണ് CPI. അതായത് ജീർണിതമാവുകയാണ്, കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് CPI. അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായി CPIക്ക് കേരളത്തിൽ നിന്നൊരു MP പോലുമില്ല. CPIയെ രണ്ടാം കിട പാർട്ടിയായും അതുപോലെ തന്നെ അവരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട എന്ന രീതിയിലുമാണ് CPIഎമ്മും SFIയും ഒക്കെ അവരെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് സ്വന്തം പാർട്ടിക്കാർ കൂടി നാണം കെടുത്താൻ ശ്രമിക്കുന്നത്.